ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടെക് വിത്ത് അഭിനവ്. അപ്പോൾ ആദ്യം തന്നെ iQOO 12 യൂസ് ചെയ്യുന്നവർക്കൊരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങളുടെ ഫോണിൽ അഡീഷണൽ ആയിട്ടുള്ള ഒരു വർഷത്തേക്കുള്ള ആൻഡ്രോയിഡ് ആൻഡ് സെക്യൂരിറ്റി അപ്ഡേറ്റ് iQOO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് നിങ്ങളുടെ ഫോണിൽ ഇനി തൊട്ട് 4+5 ഇയേഴ്സിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു കിട്ടുന്നത്. അപ്പോൾ അതൊരു സന്തോഷ വാർത്തയാണ്. അത് എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷെ അവരിപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല കാര്യം. അതുപോലെ തന്നെ സാംസങ്ങിൻ്റെ ഒരു ബഡ്ജറ്റ് ലെവൽ ഒരു 5G ഫോൺ വരുന്നുണ്ട്. സാംസങ് ഗാലക്സി F05 5G എന്ന മോഡലാണ്. ഇതിൻ്റെ പ്രൈസ് ഒരു 10K താഴെയാണ് വരുന്നത്. അതായത് ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് 9XXX അങ്ങനെയാണ് കൊടുത്തുള്ളത്. അപ്പം എന്തായാലും ഒരു 9500 9999 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും പ്രൈസ്. എന്തായാലും 10,000 രൂപയ്ക്ക് താഴെയാണ്. ഇതിൻ്റെയൊക്കെ ഡിസൈൻ കണ്ട സമയത്ത് പരിതാപകരമായിട്ട് ഡിസൈനാണ്. ഈ 2025 ഇറങ്ങുന്നൊരു ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂൾ കൊണ്ട് ഡിസൈൻ എന്നൊക്കെ പറയുന്ന പണ്ടത്തെ ഫോൺ പോലെ ഒരു ചെറിയ ക്യാമറ. ഒരു നല്ല ഡിസൈൻ കൊടുത്തുകൂടെ സാംസങ്? ബാക്കിയുള്ളവരൊക്കെ ഒരു 6500 രൂപയുടെ ഫോണിൽ വരെ നമ്മൾ അമ്മാതിരി ഡിസൈൻ കാണുന്ന സമയത്ത് സാംസങ്ങിൻ്റെ ഒരു 10,000 രൂപയുടെ ഫോണിൽ കാണുന്ന ഡിസൈനാണ് ഈ പറഞ്ഞ ഡിസൈൻ എന്ന് പറഞ്ഞത്. ഭയങ്കര ശോകം. ഇവർ 6500 രൂപയുടെ ഫോണിൽ പിന്നെ ഡിസൈനിൻ്റെ കാര്യം പറയണ്ട, ഒരു 2 ക്യാമറ കൊടുത്ത ഡിസൈൻ അത്രയേ ഉള്ളൂ. ഇതും അതുപോലെ തന്നെ പഴയ ഏതോ ഒരു ഡിസൈൻ, മാറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞില്ല. ഭയങ്കര ബോറായിട്ട് ഡിസൈനാണ് കേട്ടോ. പിന്നീട് വിവോയുടെ V50 സീരീസിൻ്റെ ലോഞ്ച് ഡേറ്റ് കൺഫേം ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന 17-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഈ ഒരു ഫോണിലാണെങ്കിൽ 6000 mAh ബാറ്ററി ഉണ്ടാവും, 90 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടാവും, 50 MBയുടെ 3 ക്യാമറ, ബാക്കിൽ ഡുവൽ ക്യാമറ വരും, ഫ്രണ്ടിൽ 50 MB ക്യാമറയും വരുന്നുണ്ട്. അതും സീസിൻ്റെ ക്യാമറയാണ് ഇപ്രാവശ്യം വരുന്നത്. സോ ക്യാമറയുടെ കാര്യത്തിൽ വേറെ പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. വിവോ V50 സീരീസാണ്, വേറെ ലെവലായിരിക്കും. IP69 റേറ്റിംഗ് ഒക്കെ തന്നെ ഈ ഒരു ഫോണിൽ വരുന്നുണ്ട്. പെർഫോമൻസ് നോക്കണ്ട, എല്ലാത്ത രീതിയിൽ ഒരു ഓഫ്ലൈൻ ഫോണാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം നോക്കിയാൽ മാത്രം മതി. അതുപോലെ തന്നെ റിയൽമിയുടെ P3 പ്രോയും അതിന് തൊട്ടടുത്ത ദിവസം 18-ാം തീയതി റിയൽമിയുടെ P3 പ്രോയും കൂടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ഒരു ഫോണിലാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 7S Gen 3 എന്ന ചിപ്സെറ്റാണ്. ഈ ഒരു ഫോണിൽ നിങ്ങൾക്ക് 90 FPS BGMI പോലുള്ള ഗെയിംസ് കളിക്കാൻ വേണ്ടി പറ്റും. സോ നല്ല കാര്യമാണ്. ഒരു റേഞ്ച് എനിക്ക് തോന്നുന്നൊരു 30,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നല്ലൊരു ഗെയിമിങ്, ഒന്നാമത് അവർ ക്രാഫ്റ്റിനായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ ഇറക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളും എന്തായാലും ഈ ഒരു ഫോണിലുണ്ടാവും. സോ ബെസ്റ്റ് ലെവൽ ഓഫ് ഗെയിമിംഗ് നിങ്ങൾക്ക് ഇതിന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് 6000 mAh ബാറ്ററിയും 90 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും ഉണ്ടാവുമെന്ന് കൺഫേം ചെയ്ത കാര്യമാണ്. അതുപോലെ തന്നെ ഓപ്പോയുടെ Find N5 എന്ന് പറഞ്ഞ ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഫോൾഡബിൾ ഫോൺ വരുന്ന കാര്യം ഓൾറെഡി ഞാൻ കഴിഞ്ഞ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫോണിൻ്റെ ഒരു പുതിയൊരു ഫ്രണ്ട് എന്നുള്ള ഒരു ലുക്കാണ് ഇവിടെ കാണുന്നത്. അതായത് ഗ്രീസ് തീരെയില്ല. ഇപ്പോൾ അതിന് തൊട്ട് ഇപ്പുറത്തുള്ള സാംസങ്ങിൻ്റെ ഫോണാണ്, സാംസങ്ങിൻ്റെ C Fold ആണ്. അപ്പോൾ അതായിട്ട് കമ്പയർ സമയത്ത് നമുക്ക് ആ ഗ്രീസ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ, നടുക്ക് വരുന്ന സംഭവം, അതിനാണ് ഗ്രീസ് എന്ന് പറഞ്ഞാൽ. അത് വളരെ നല്ലോണം കുറഞ്ഞു. അപ്പം ഓരോ വർഷം തോറും ഈ പറയുന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ ഗ്രീസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. ആദ്യമൊക്കെ ആയിട്ട് സാംസങ് ഒക്കെ ഫോൾഡൊക്കെ ഇറക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വന്നൊരു പെർഫെക്റ്റ് ലെവൽ ആയിട്ടില്ല. പെർഫെക്റ്റ് എന്തായാലും ഇപ്പോഴേ ആവത്തില്ല, എന്നാലും അത്യാവശ്യം ഒരു വാങ്ങാം എന്ന റേഞ്ചിലേക്ക് എത്തി. അത്യാവശ്യം നല്ല ഡിസൈൻ, നല്ലൊരു സെറ്റപ്പ് ഫോൾഡ് ഫോണിലൊക്കെ വന്നു. അപ്പം സാംസങ് ഇപ്പം രണ്ട് പ്രാവശ്യം മടക്കുന്ന ഫോണല്ല, അപ്പോൾ അവർ 3 പ്രാവശ്യം മടക്കുന്ന ഫോണായിട്ട് അവരിപ്പം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് സാംസങ്ങിൻ്റെ G Fold എന്ന മോഡൽ. അതായത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം നമ്മുടെ ഹുവായുടെ Mate XT എന്ന് പറഞ്ഞൊരു ഫോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതായത് ട്രൈഫോൾഡ് ആയിട്ടുള്ള മോഡൽ. ഈ 3 പ്രാവശ്യം മടക്കുന്ന ഫോണിനാണ് ട്രൈഫോൾഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ടെക്നോക്കൊക്കെ ആ ഒരു ടൈപ്പ് ഫോൺ ഉണ്ട്. അപ്പോൾ സാംസങ് കൂടെ അങ്ങനെയുള്ള ഫോൺ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതിൻ്റെ അപ്പുറത്തെ വർഷം എപ്പോഴാണെന്നൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഫോൺ എന്തായാലും സാംസങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതിൻ്റെ പേര് G Fold എന്നായിരിക്കും. പിന്നീട് നമ്മുടെ സ്നാപ്ഡ്രാഗൻ്റെ X പ്ലാറ്റ്ഫോമിൽ വരുന്ന AI ലാപ്ടോപ്സ് ഈ വരുന്ന 24-ാം തീയതി ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒന്നാമത് ഈ പുതിയ ചിപ്സെറ്റ് ആയതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് സപ്പോർട്ടഡ് അല്ല. ഇതിന് മുമ്പേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരുപാട് ഇപ്പം മെയിൻ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള പ്രീമിയർ പ്രോ ഒന്നും അതിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. അത് ഒന്നാമത് ARM ആർക്കിടെക്ചറിലായതുകൊണ്ടാണ്. അപ്പം എന്തായാലും ഡെവലപ്പ് ചെയ്ത് എന്തായാലും സപ്പോർട്ടാവും, അത് വേറെ കാര്യം. പുതുതായതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അതിലൊന്നും ഇപ്പോൾ സപ്പോർട്ട് ആയിരിക്കില്ല. ഒരുപാട് സോഫ്റ്റ്വെയറും ഗെയിംസും അങ്ങനത്തെ കാര്യം തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ഇപ്പോഴും സപ്പോർട്ടല്ല. സോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം പോയിട്ട് വാങ്ങാം. നിങ്ങൾ AI ലാപ്ടോപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം AI കാര്യങ്ങൾ ഇതിലൊക്കെ സ്മൂത്തായിട്ടൊക്കെ വർക്കാവും, വേറെ ലെവലായിരിക്കും. അതിന് നോ കൺഫ്യൂഷനാണ്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ 8000 സബ്സ്ക്രൈബേഴ്സ്. ഞാൻ അധിക വീഡിയോസിലും പറയാറുണ്ട്, ഇനി 150 വേണ്ട, 100 വേണ്ട, ആകെ എനിക്ക് തോന്നുന്നു 50, 60, 70 സബ്സ്ക്രൈബേഴ്സ് മാത്രം മതി. 70. അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സ് പുഷ്പം പോലെയാവും. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ പറ്റിയുള്ള ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കരുത്. എന്നാൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റൂ, എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റം വരുത്തേണ്ടതെന്നൊക്കെ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമും കൂടെ ഫോളോ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് എ ഫ്രണ്ട് അബിനോ സൈനിങ് ഓഫ്. ബൈ.